ഹലോ മക്കളെ, നിങ്ങളെല്ലാവരും +1 കൊമേഴ്സ് കഴിഞ്ഞു അടിച്ചു പൊളിച്ച് നിങ്ങളുടെ ആഘോഷത്തിലിരിക്കുമായിരിക്കും. +2 കൊമേഴ്സിലോട്ട് വരുമ്പോൾ നിങ്ങൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സബ്ജക്റ്റിനകത്ത് ഫസ്റ്റ് ചാപ്റ്റർ ആണ് റിവ്യൂ ഓഫ് C++ പ്രോഗ്രാമിംഗ് അല്ലേ. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വീണ്ടും ഒന്ന് പഠിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് ഈ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത പഠിക്കുന്നുണ്ട് അറേസ് പഠിക്കുന്നുണ്ട്, ഫംഗ്ഷൻസ് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പഠിച്ചുള്ള ബെനിഫിറ്റ്സ് എന്താണ്? അപ്പോൾ നമ്മളൊരു പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ട്. ഇപ്പോൾ ട്രെൻഡി ആയിട്ട് ഒരു ലാംഗ്വേജ് ആണ് പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അപ്പോൾ ഇതിനുള്ള ഡിഫറൻസ് എന്താണ്? പൈത്തണും C++ ഡിഫറൻസ് എന്നാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. മക്കളെ, C++ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പൈത്തനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ച് ടഫായിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് C++. പഠിക്കാനായിക്കോട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ ആയിക്കോട്ടെ, സിൻടാക്സ് ആയിക്കോട്ടെ. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളിപ്പോൾ പൈത്തൺ ഇപ്പോൾ 2 ലൈൻ എഴുതുന്ന ഒരു പ്രോഗ്രാം ആണെങ്കിൽ ഈ പറഞ്ഞ C++ ആണെങ്കിൽ ഒരു 5 ലൈനോ 6 ലൈനോ എടുക്കും. കാരണം അതിൻ്റെ ബ്രാക്കറ്റ്സ്, സെമി കോളൻസ്, അല്ലെങ്കിൽ അതിൻ്റെ കേളി ബ്രേസസ് ഒക്കെ ആണെങ്കിൽ വെച്ചിട്ടാണെങ്കിൽ ഒരുപാട് ലൈൻസ് പോകാറുണ്ട്. ഓക്കെ, അതിൻ്റെ ലൈബ്രറീസ് ഈ പറഞ്ഞ പൈത്തനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ലൈബ്രറീസ് കുറവാണ് ഇവിടെ, ലൈബ്രറി ഫംഗ്ഷൻസ് കുറവാണ് ഇവിടെ നമ്മുടെ ഈ പറഞ്ഞ C++. അപ്പോൾ C++ പൈത്തണും എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മളിപ്പോൾ ട്രെൻഡി ആയിട്ട് ഇരിക്കുന്നതാണ് AI ആപ്സ്, ChatGPT പോലത്തുള്ള ആപ്സുകളുണ്ട്, പിന്നെ DeepSeek പോലത്തെ ആപ്സുകളുണ്ട്. അവിടെ എല്ലാം ബേസിക് ആയിട്ട് വരുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് C++, പൈത്തൺ. അതിൽ ഏറ്റവും മോസ്റ്റ് പോപ്പുലർ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് പൈത്തൺ. അപ്പോൾ പൈത്തൺ പഠിക്കാൻ ടഫാണോ? ഒരിക്കലുമല്ല. കാരണം ഒരു C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അടിപൊളിയായിട്ട് സെറ്റായിട്ട് പഠിച്ചവർക്കാണെങ്കിൽ പൈത്തൺ വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. കാരണം ആ പൈത്തണേക്കാളും വളരെ ടഫസ്റ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് C++. അപ്പോൾ C++ പഠിച്ച ഏതൊരു കുട്ടിക്കും ആണെങ്കിൽ മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുള്ള പൈത്തൺ ആയിക്കോട്ടെ, ജാവ ആയിക്കോട്ടെ, ദെൻ R ലാംഗ്വേജ് ആയിക്കോട്ടെ, C ആയിക്കോട്ടെ, ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നിസ്സാരമായിട്ട് പഠിക്കാൻ സാധിക്കും. സോ എന്ത് ചെയ്യുക? C++ അടിപൊളിയായിട്ട് ഈ കൊല്ലം പഠിക്കുക. എന്നിട്ട് മറ്റുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്പിംഗ്, ആപ്പ് ഡെവലപ്പിംഗിലോട്ട് പോകുന്നവർ എന്ത് ചെയ്യുക? ദെൻ ഈ കോഴ്സ് ബേസ് ആയിട്ട് തിരഞ്ഞെടുത്തിട്ടാണെങ്കിൽ മറ്റു കോഴ്സിൽ പഠിക്കാൻ നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.